ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം റീസെൻ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. റോയൽ എൻഫീൽഡ് BS6 വണ്ടി, അതായത് ബേസിക് UC വണ്ടി, യൂസി യൂണിറ്റ് കൺസീൽഡ് എഞ്ചിൻ വന്നിട്ടുള്ള വണ്ടികൾ കുറച്ച് മാർക്കറ്റിന് ഡൗൺ ആയി തുടങ്ങിയിട്ടുള്ള ഒരു ട്രെൻഡിങ്. ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂർ. അത് ഇപ്പോൾ ഞാനത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം, എല്ലാവരും കാർബറേറ്റർ വണ്ടി അന്വേഷിച്ചാണ് കൂടുതൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് വരികയാണെങ്കിലും എവിടെയാണെങ്കിലും അവർക്ക് എൻക്വയറി കാർബറേറ്റർ വണ്ടിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ സാധാരണ BS6 UC യൂണിറ്റ് കൺസീൽഡ് എഞ്ചിനിൽ വരുന്ന കോമൺ കംപ്ലയിൻസും അതിൻ്റെ ഭാരിച്ച ചിലവുകളെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതൊരു കാലത്തും ഒരു പെട്ടെന്നൊരു സ്റ്റേജിൽ നിന്ന് വേറെ സ്റ്റേജിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്നൊരു ട്രെൻഡാണ് ഇപ്പം കണ്ടുവരുന്നത്. അതായത് പഴയ വണ്ടികൾ 2012, 13, 14 വണ്ടികളൊക്കെ അടുത്ത ആളുകളെടുത്ത് കുറച്ച് പൈസ നമുക്ക് റീസ്റ്റോർ ചെയ്യുക, അത് കൊണ്ട് നടക്കുക. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് തന്നെയാണ്, പിന്നെ മെയിൻ്റനൻസ് വളരെ കുറവാണ് എന്നുള്ള ഒരു ധാരണയിലാണ് ആളുകൾ ആ രീതിയിലേക്ക് പോകുന്നത്. ഇതിപ്പോൾ എല്ലാ കാലത്തും ഉണ്ടായ ഒരു സംഗതി തന്നെയാണ്. റോയൽ എൻഫീൽഡ് സംബന്ധിച്ചിടത്തോളം എൻ്റെ എക്സ്പീരിയൻസിൽ 2010 ഇങ്ങനൊരു ഇതുണ്ടായിരുന്നു. 2010 UC ഇറങ്ങിയ സമയത്ത് പഴയ വണ്ടി CI എഞ്ചിനിലേക്ക് കുറേ ആളുകൾ ഇതിൻ്റെ ഒരു ഹൈഡ്രോളിക് ടാപ്പറ്റിൻ്റെ നോയ്സും ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചെറിയൊരു വൈബ്രേഷനും, അതായത് ബുള്ളറ്റിൻ്റെ ആ ഒരു പഞ്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പഴയ വണ്ടി തിരഞ്ഞു നടന്നൊരു സമയമായിരുന്നു. പഴയ വണ്ടിക്ക് വമ്പ മാർക്കറ്റായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതേമാതിരി തന്നെയാണ് ഇപ്പോഴും റോയൽ എൻഫീൽഡ് ഒരു BS6 എന്നുള്ള ഒരു ഇതിലേക്ക് മാറുമ്പോൾ നമുക്ക് പുതിയ ഫീച്ചേഴ്സ് വന്ന സമയത്ത് നമുക്ക് എന്ത് പുതിയ ഫീച്ചേഴ്സാണ് റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നത്? റോയൽ എൻഫീൽഡ് മാത്രമല്ല, ഏതൊരു വാഹന നിർമ്മാതാക്കളും ഇപ്പോൾ നിർബന്ധിത അവസ്ഥയിലാണ്. ഓരോ കാര്യങ്ങൾ ABS നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ ആ ഉള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അതിന് ABS നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ABSന് സെൻസർ വേണം, അത് കൺട്രോൾ ചെയ്യുന്ന മോഡുലേറ്റർ വേണം. ഇതൊക്കെ എക്സ്പെൻസീവാണ്. അപ്പോൾ ആ ഒരു ഫീച്ചേഴ്സിനനുസരിച്ചുള്ള ചിലവ് നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ വന്നിരിക്കുന്ന ഈ ഒരു ട്രെൻഡ്, അതായത് BS6 വണ്ടിയിൽ കോമണായി ഉണ്ടാവുന്ന ഒരു കംപ്ലയിൻസ് കഴിഞ്ഞ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ECM കംപ്ലൈൻ്റ് ആവുക, അങ്ങനെ ടോട്ടൽ ബോഡി കംപ്ലൈൻ്റ് ആവുക, അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ABSൻ്റെ മോഡുലേറ്റർ കംപ്ലൈൻ്റ് ആവുക, ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ. അപ്പോൾ എല്ലാ കാലത്തും എല്ലാ സമയത്തും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതായത് മുമ്പ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, അതായത് DI എഞ്ചിനുള്ള സമയത്ത് CRD വന്ന സമയത്ത് ഇതേമാതിരി പ്രശ്നം ഉണ്ടായിരുന്നു കാറുകളുടെ കാര്യത്തിൽ. അപ്പോൾ CRD കംപ്ലൈൻ്റ് ആണ്, CRDക്ക് സെൻസറാണ്, കാര്യങ്ങളാണെന്ന് പറഞ്ഞ ആളുകൾ ഒരുപാട് കംപ്ലയിൻസ് വന്നാൽ പ്രശ്നമാണ്. അതും അന്നും പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ മെക്കാനിക്കൽ ഷൂട്ട് ഔട്ട് ചെയ്യാൻ പറ്റാത്ത കംപ്ലയിൻസ് ആയിരുന്നു അതുണ്ടായിരുന്നു. ട്രെയിൻഡ് മെക്കാനിക്കുകൾക്ക് മാത്രം വർക്ക് എടുക്കാൻ പറ്റിയ ഒരു രീതിയായിരുന്നു. കമ്പനി സർവീസ് സെൻ്ററിൽ ട്രെയിൻഡ് ആയിരിക്കും. അപ്പോൾ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഷൂട്ട് ഔട്ട് ചെയ്ത് റെഡിയാക്കാൻ പറ്റും. പക്ഷേ സാധാരണ നമ്മൾ നാട്ടിൻപുറത്തുള്ള ലോക്കൽ മെക്കാനിക്സിന് ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടേക്ക് വർക്ക്ഷോപ്പിലേക്ക് വണ്ടി കയറ്റും. അവർ ചിലപ്പം അറിയാവുന്ന വല്ല കാര്യം ചെയ്തു നോക്കും, വണ്ടി മൊത്തം കംപ്ലയിൻ്റ് ആവും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പോൾ 2002 കാലഘട്ടങ്ങളിൽ ഫിയറ്റ് കൊണ്ടുവന്നിരുന്ന ഒരുപാട് കാര്യങ്ങൾ, അതേമാതിരി സെൻസറുള്ള കാര്യങ്ങൾ, വയർ ബൈ സംവിധാനത്തോടു കൂടി ആക്സിലേറ്റർ കേബിൾ അതേ സെൻസർ കൊണ്ടുവന്ന് ഫിയറ്റാന്ന് എൻ്റെ ഓർമ്മ. ഇപ്പം ആക്സിലേറ്റർ കേബിളിന് പകരം സെൻസർ കൊണ്ടുവന്നു. ഇപ്പം അത് കോമണായി. ഇപ്പോൾ കാലത്തിൻ്റെ മാറ്റം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നിർബന്ധിതമായ അവസ്ഥയിൽ BS6 BS7 വരാൻ പോവുകയാണ്. അപ്പോൾ BS7 വരാൻ പോകുന്ന അടിസ്ഥാനത്തിലാണ് ശരിക്കും റോയൽ എൻഫീൽഡ് എഞ്ചിൻ തന്നെ മൊത്തം മാറ്റിക്കളഞ്ഞത്. സാധാരണ ഇപ്പോൾ ഈ UC എഞ്ചിൻ വെച്ചിട്ടൊന്നും പിന്നെ ഭാവിയിൽ നടക്കില്ല. അതായത് ഭാരത് നോംസിൻ്റെ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് റോയൽ എൻഫീൽഡ് മനസ്സിലായ അടിസ്ഥാനത്തിലാണ് കംപ്ലീറ്റ് എഞ്ചിൻ മാറ്റിയിട്ട് J സീരീസ് പ്ലാറ്റ്ഫോമിൽ പുതിയ എഞ്ചിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഫീച്ചേഴ്സിൻ്റെ ആ ഒരു ഭാരിച്ച ചിലവാണ് നമുക്ക് സർവീസായിട്ടും വരുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഈ ഭാരിച്ച ചിലവിൻ്റെ ഈ ഒരു എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമ്മൾ കൂടുതലായിട്ട് അനുഭവിക്കുന്നത്, അതിൻ്റെ ഒക്കെ സർവീസ് കോസ്റ്റ് എക്സ്ട്രാ വരും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണത്. അപ്പോൾ നമ്മൾ BS6 വണ്ടി എടുത്ത ആൾക്കാർ ഉപയോഗിക്കുന്ന ആളുകളും എനിക്ക് പറയാനുള്ളത് അത് അതിൻ്റെതായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പഴയ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു വണ്ടി BS3 വണ്ടികളുമായി റഫായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് പണി കിട്ടും, പണി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ അതിന് എന്തൊക്കെ ഫീച്ചേഴ്സാണോ ഉള്ളത് അത് നമ്മൾ മനസ്സിലാക്കുക. ABS ഉണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ വീലയിക്കുന്ന സമയത്ത് ABS സെൻസർ കട്ടാവുമോ നോക്കണം. ബാക്ക് വീലയിക്കുന്ന സമയത്ത് ABSൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ പൈപ്പ് ഓസ് കട്ടാവുണ്ടോ നോക്കണം. അതൊക്കെ അറിയുന്ന മെക്കാനിക്കിന് വർക്ക് എടുപ്പിക്കണം. പിന്നെ അതേമാതിരി വെള്ളം അടിച്ച് കഴിയുന്ന സമയത്ത് സർവീസ് ചെയ്യാൻ കൊണ്ടുവരുന്ന സമയത്ത് ABSൻ്റെ മോഡുലേറ്റർ ഫുൾ പാക്കഡ് ആണോ നോക്കണം. ABSൻ്റെ മോഡുലേറ്ററൊക്കെ വെള്ളം അടിച്ച് കയറ്റുണ്ടോ നോക്കണം. അതേമാതിരി ECMൻ്റെ ഭാഗത്തേക്ക് വെള്ളം ചെല്ലുന്നുണ്ടോ നോക്കണം. ത്രോട്ടിൽ ബോഡീൻ്റെ ഉള്ളിലേക്ക് സെൻസറിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ചെല്ലുന്നല്ലോ നോക്കണം.
അതേമാതിരി സെൻസർ ഉള്ള ഭാഗങ്ങളിലേക്ക് വെള്ളം അടിച്ച് ഒക്കെ വാട്ടർ പ്രൂഫ് കപ്പിളാണ് പിന്നെ റോയൽ എൻഫീൽഡ് എല്ലാ വണ്ടിയും കൊടുക്കുന്നതെങ്കിലും കൂടി ചില സമയങ്ങളിൽ കാലത്തിനനുസരിച്ച് നമ്മൾ വണ്ടിക്ക് പഴകുന്നതിനനുസരിച്ച് ആ ഒരു കപ്പറൊക്കെ ഊരിപ്പോരാനും അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലൊക്കെ പോകുമ്പോൾ വലിക്കുമ്പോൾ അത് ഊരിപ്പോരാൻ റീപ്ലേസ് ചെയ്യാനും പറ്റാത്ത അവസ്ഥയുള്ള സമയത്ത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വെള്ളം അടിച്ച് കയറും, ആ സാധനം കംപ്ലൈൻ്റ് ആവും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ BS6 വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. അത് അറിഞ്ഞ് അതിൻ്റെ ഒരു പ്രശ്നം അറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എടുത്ത ആളുകൾ ആരും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. BS6 വണ്ടിയിലേക്ക് പിന്നെ വാങ്ങാതിരിക്കാൻ ഭയപ്പെടേണ്ട യാതൊരു കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ അത് ഉപയോഗിക്കുന്ന സമയത്ത് വണ്ടി ABS ആണ്, ABSന് സെൻസർ ഉണ്ട്. അതേമാതിരി വാട്ടർ സർവീസ് ചെയ്യുന്ന കാര്യത്തിൽ നല്ലോണം ശ്രദ്ധിക്കുക. വെള്ളം അടിച്ച് കയറുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുക. കാറിൻ്റെ ബോണറ്റ് പൊക്കിയിട്ട് ആ ഒരു ചേമ്പറിലേക്ക് വെള്ളം അടിച്ച് കഴുകിയാൽ എങ്ങനെ ഇരിക്കുമോ അതേമാതിരിയുള്ള അവസ്ഥയിൽ ചില പാർട്സ് റോയൽ എൻഫീൽഡ് ബൈക്കുകൾക്ക്, റോയൽ എൻഫീൽഡ് എന്നുള്ള എല്ലാ ബൈക്കിനും ഇപ്പം ഉണ്ട് കേട്ടോ. റോയൽ എൻഫീൽഡ് മാത്രമേ ഞാൻ പറയുന്നത്, ഞാൻ റോയൽ എൻഫീൽഡ് മാത്രമാണ് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ടാണ്. ബോണ്ടിനുള്ളിലേക്ക് വെള്ളം അടിച്ചിട്ട് വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്തെന്താ സംഭവിക്കുക? അതേ അവസ്ഥയിലാണ് നമ്മുടെ വണ്ടി ഇപ്പം നിലവിലുള്ള BS6 വണ്ടികളെല്ലാം തന്നെ. അത് മനസ്സിലാക്കി ഉപയോഗിക്കുക. റെഫ്യൂസ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഈ ഒരു ഉപയോഗം വരും, വണ്ടി കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഈ കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഭാരിച്ച ചിലവ് വരും. അതാണ് എൻ്റെ വാസ്തവം. അത് മനസ്സിലാക്കിയിട്ട് ABSലെ ഭാഗത്തേക്ക് മോഡുലേറ്റർ വർക്ക്ഷോപ്പ് കയറ്റും. ABSൻ്റെ മോഡുലേറ്ററിന് ഒരു വാട്ടർ പ്രൂഫ് കപ്പർ കൊടുക്കുന്നുണ്ട്, എക്സ്ട്രാ റബ്ബറിൻ്റെ കപ്പർ കൊടുക്കുന്നുണ്ട്. അത് പ്ലേസ്ഡ് ആണോ നോക്കുക ഉപയോഗിക്കുന്ന ആളുകൾ. ആ ഭാഗത്തേക്ക് വെള്ളം അടിച്ച് കഴുകാതിരിക്കുക. പിന്നെ വീലും മറ്റേ കഴിക്കുന്ന സമയത്ത് സെൻസറും മറ്റും കട്ടാതെ പോകാൻ നിൽക്കുക. അതുതന്നെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നല്ല മഴ പെയ്യുന്ന സമയത്ത് കോട്ടൊക്കെ ഇട്ടിട്ട് ഹൈ പ്രഷർ വെള്ളം ഉള്ള സമയത്ത് പ്രഷർ ആയിട്ട് മഴയുന്ന സമയത്ത് വെള്ളവും പിന്നെ മഴത്ത് ഓടിക്കാതിരിക്കുക. അപ്പം ചില ആളുകൾ കമൻറ്റ് ചെയ്യുമ്പോൾ മഴത്ത് ഓടിക്കാൻ പറ്റാത്ത എന്ത് ബൈക്കാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ സെൻസർ ഉണ്ടാകുന്ന സമയത്ത് അതിലേക്ക് വെള്ളം ഇറങ്ങുമ്പോൾ അത് പിന്നെ ഓടിക്കുമ്പോൾ പ്രശ്നം തന്നെയാണ്. പിന്നെ വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി നല്ലവണ്ണം ഡ്രൈ ആയതിനു ശേഷം മാത്രമേ വണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. സർവീസ് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ വണ്ടി എടുത്ത് കൊണ്ടുവരാതിരിക്കുക. അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ചിലപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് കംപ്ലൈൻറ്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ വാട്ടർ സർവീസ് ചെയ്യുന്ന കഴിയുന്ന ഒരു പ്രശ്നമില്ല. അപ്പോൾ കുറേ പ്രാവശ്യം ചെയ്യുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ വരിക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എനിക്ക് BS6 വണ്ടികൾ ധൈര്യമായിട്ട് എടുത്തോളൂ. അതൊരു പേടിക്കേണ്ട കാര്യമില്ല. നമ്മളത് അറിഞ്ഞ് ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാർബറേറ്റർ വണ്ടിയിലേക്ക് പോകാനുള്ള മെയിൻ കാരണം ഇപ്പം ട്രെൻഡിങ്, അതായത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഇപ്പം കാർബറേറ്റർ വണ്ടിക്കാണ്. ആളുകൾ ശരിക്കും പറഞ്ഞാൽ കാർബറേറ്റർ വണ്ടി കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. അത് ഏതൊരു കാലഘട്ടത്തിലും ഉണ്ടായ പെട്ടെന്ന് ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ ആ ചേഞ്ച് ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാർക്കറ്റാണ്. അത് ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ട്രെൻഡാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് കാർബറേറ്റർ വണ്ടി എടുക്കേണ്ട നല്ല മെയിൻ്റനൻസ് കുറവ് തന്നെയാണ്. അതിനനുസരിച്ച് ഫീച്ചേഴ്സിന് കുറവുണ്ട്. റീഫൈൻഡ് എഞ്ചിൻ വേണം, പുതിയ ടെക്നോളജി വേണം എന്നുള്ള ആളുകൾ പുതിയ വണ്ടിയിലേക്ക് പോകുന്നു. അത് പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല. അത് നമ്മൾ പുതിയ ടെക്നോളജി നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പം ടെക്നോളജി കൂടുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് മെയിൻ്റനൻസ് വരുന്നത് മനസ്സിലാക്കുക. BS3 വണ്ടി വേണമെങ്കിൽ BS3 വണ്ടി എടുത്തോളൂ. അതല്ലാതെ BS6 വേണമെന്നുണ്ടെങ്കിൽ BS6 വണ്ടി എടുത്തോളൂ. ഒരു വണ്ടി നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ അറിഞ്ഞ് ഉപയോഗിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ മുടങ്ങാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.